Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 1 മില്യണിലേറെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡാൾ. ലേബർ പാർട്ടിയിൽ എതിർപ്പ് രൂക്ഷമായിരുന്നിട്ടും ബെനിഫിറ്റ് ചെലവുകൾ താങ്ങുവാൻ കഴിയാത്ത നിലയിലേക്ക് വളർന്നതോടെയാണ് ലേബർ ഗവൺമെന്റ് ഈ നീക്കം പ്രഖ്യാപിച്ചത്. 5 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കുവാനാണ് ലക്ഷ്യം. പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ഡിസബിലിറ്റി ബെനിഫിറ്റ് നൽകുന്നതിൽ നിബന്ധനകൾ കടുപ്പിക്കുവാനാണ് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറിയുടെ നീക്കം. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒഴികെ ബെനിഫിറ്റുകൾ നൽകുന്നത് നിർത്തിവെക്കുവാനാണ് ശ്രമം. UK ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് നേരത്തെ പ്രവചിച്ചതിനേക്കാളും പിന്നിലാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം നടപ്പിലാക്കിയ വ്യാപാര നയങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ആഗോള സാമ്പത്തിക വളർച്ചാ നിരക്കിനെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തരം താഴ്ത്തി. UK ഉൾപ്പെടെയുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്ക് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ GDP നിരക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പ്രവചനം. ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും US അമിതാനുമതി നികുതി ചുമത്തുന്നതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. UKയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് 1.7%. എന്നാൽ ഈ വർഷത്തെ വളർച്ച 1.4% മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. സെൻട്രൽ ലണ്ടനിൽ നടപ്പാതയിലേക്ക് വാനിടിച്ചു കയറിയ സംഭവത്തിൽ ഒരു യുവതി ദാരുണമായി കൊല്ലപ്പെട്ടു. കിങ്സ് കോളേജിന് സമീപമാണ് അപകടം നടന്നത്. മരിച്ച 40 വയസ്സുകാരിയ യുവതി കിങ്സ് കോളേജിലെ വിദ്യാർത്ഥി ആണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ മറ്റു 2 പേരെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 26 വയസ്സുകാരനായ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിലായി. ഇയാൾ നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ചാൾസ് രാജാവും ഭാര്യ കമീല രാജ്ഞിയും ഏപ്രിൽ 7 മുതൽ 10 വരെ ഇറ്റലിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2017-ലും 2019-ലും വെയിൽസ് രാജകുമാരൻ എന്ന നിലയിൽ ചാൾസ് രാജാവ് ഇറ്റലിയിലും വത്തിക്കാനിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും 2.5 വർഷം മുമ്പ് രാജാവായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ഏപ്രിൽ 9-ന് രാജാവിനെയും രാജ്ഞിയെയും വില്ലാഡോറിയ പാംഫിൽജിൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പ്രസിഡന്റ് സെർജിയോ മെച്ചറല്ലയും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിക്കും. ഇറ്റലിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും ചാൾസ് രാജാവ് അഭിസംബോധന ചെയ്യുമെന്ന് ഇറ്റലിയിലെ ബ്രിട്ടീഷ് അംബാസിഡർ എഡ്വേർഡ് ലെവലിൻ പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. 9 മാസത്തെ ബഹിരാകാശ വാസത്തിനു ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയതിൽ അതീവ സന്തോഷവതിയെന്ന് അടുത്ത ബന്ധു ഫാൽഗുനി പാണ്ഡ്യ. സുനിത വില്യംസ് ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് അവധിക്കാലം ആഘോഷിക്കുവാനാണ് പദ്ധതിയിടുന്നത്. കുടുംബവുമായി ധാരാളം സമയം സുനിതയ്ക്ക് ചെലവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഫാൽഗുനി പറഞ്ഞു. സുനിത നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണെന്ന് ഫാൽഗുനി പറയുന്നു. സാഹചര്യങ്ങളെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് സുനിത. എല്ലാം നന്നായി നടക്കുവാൻ ഇടയാക്കിയതിന് ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും ഫാൽഗുനി പാണ്ഡ്യ പറഞ്ഞു. സുനിത വില്യംസിന്റെ ജന്മദിനത്തിൽ മധുരപലഹാരമായ കാജു കട്ട്ലി അയച്ചിരുന്നതായും ഫാൽഗുനി പറഞ്ഞു. UPയിലെ മഹാകുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കണക്ക് കേന്ദ്ര സർക്കാർ സൂക്ഷിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി ലോകസഭയെ അറിയിച്ചു. KC വേണുഗോപാലിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. ക്രമസമാധാനം, പോലീസ് എന്നിവ സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. മതപരമായ ചടങ്ങുകളിലെ തിരക്കു നിയന്ത്രണവും മറ്റും സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണെന്ന് എല്ലാ ദുരന്തങ്ങളിലും അന്വേഷണം നടത്തുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതും സംസ്ഥാനങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. ബാങ്കോക്കിൽ നിന്നെത്തിയ 2 ഉത്തരേന്ത്യൻ യുവതികളിൽ നിന്ന് 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. വിപണിയിൽ ഇതിന് 4.5 കോടി രൂപ വില വരും. രാജസ്ഥാൻ ജയ്പൂർ സ്വദേശിനിയും മോഡലുമായ മാൻവി ചൌധരി, മേക്കപ്പ് ആർട്ടിസ്റ്റും ഡൽഹി സ്വദേശിനിയുമായ ചിബൻ സ്വാന്തി എന്നിവരാണ് ഇന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. മേക്കപ്പ് സാധനങ്ങൾ എന്ന വ്യാജേനയാണ് ഇവർ കഞ്ചാവ് കടത്തുവാൻ ശ്രമിച്ചത്. ഇനി കായിക വാർത്തകൾ. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന 2020 ക്രിക്കറ്റ് ലീഗിനെ എതിർത്ത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ലോക ഫുട്ബോളിൽ ഉൾപ്പെടെ വൻകിട നിക്ഷേപങ്ങളുള്ള സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ 8 ടീമുകളെ ഉൾപ്പെടുത്തി 4 വ്യത്യസ്ത വേദികളിലായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ലീഗിനെയാണ് പ്രായോഗികമല്ലെന്ന നിലപാടോടെ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് തള്ളിയത്. നിലവിലെ രാജ്യാന്തര മത്സര കലണ്ടറിൽ പുതിയൊരു ടൂർണമെന്റ് കൂടി ഉൾപ്പെടുത്തുവാനുള്ള ഇടവേളയില്ല. താരങ്ങളുടെ വർക്ക് ലോഡ് വർദ്ധിക്കുന്നത് രാജ്യാന്തര മത്സരങ്ങൾക്ക് തിരിച്ചടിയാകും. തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ECB ഈ ആലോചനയെ എതിർത്തത്. ECB സംഘടിപ്പിക്കുന്ന 100 ലീഗിന് ബദലാകുമോ എന്ന സംശയവും എതിർപ്പിന് കാരണമാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.05 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.